കോൺഗ്രസ് കായംകുളം വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി ഷുക്കൂർ വഴിച്ചേരി ചുമതലയേൽക്കുന്ന ചടങ്ങ് നടത്തി. കെപിസിസി അംഗം വേലഞ്ചിറ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കായംകുളം വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റായി ഷുക്കൂർ വഴിച്ചേരി ചുമതലയേൽക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു. കെപിസിസി അംഗം വേലഞ്ചിറ സുകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. എതിരാളികളല്ല, നമ്മുടെ പാർട്ടിയുടെ സർവ്വസുഖവും പറ്റിക്കൊണ്ട് കുറെ ആൾക്കാർ, കുറെ വമ്പന്മാര് പാർട്ടി വിട്ടുപോകുന്നു. പല സ്റ്റേറ്റിലും അവന്മാര് മാറി പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു. ഇതൊക്കെ സ്ഥിരം തൊഴിലായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഒട്ടും മോശമല്ല. പലരും സർവ്വസുഖവും പറ്റിക്കൊണ്ട് KV തോമസിനെ പോലെയുള്ള ആൾക്കാർ പലരും ഉണ്ട്. എല്ലാവരുടെയും പേരെന്ന് പറയുന്നത് എല്ലാം പറ്റിക്കൊണ്ട് CPM-ന്റെ അകത്തളത്തിലേക്ക്, അന്തപുരത്തിലേക്ക് ചേക്കേറിയിരിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇവരെയൊക്കെ കല്ല് വലിച്ചെറിയണം, റോഡിൽ കൂടി പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അതിനാരെങ്കിലും ഉണ്ടോ? കോൺഗ്രസ്സുകാര്, KSUക്കാര്, കോൺഗ്രസ്സുകാരുണ്ടോ? ഇല്ല. നയം മാറണം. നമ്മുടെ പാർട്ടിയുടെ നയം മാറുന്നില്ലെങ്കിൽ, പരസ്പരം ഒരു ഐക്യത്തിന്റെ ഒരു പാതയിൽ കൂടി നമ്മൾ പോകുന്നില്ലെങ്കിൽ ഈ പാർട്ടി രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് തറപ്പിച്ച് ഞാൻ സൂചിപ്പിക്കുക. കുറെ നാളുകൊണ്ട് കണ്ട് കേട്ട് ഞാൻ മനസ്സ് മരവിച്ച ഒരു മനസ്സിന്റെ ഉടമയാണ്. ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനം, യുവജന പ്രസ്ഥാനം മുഖ്യധാരയിലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ സംഘടന ചെറുപ്പക്കാരെയൊക്കെ, യൂത്ത് കോൺഗ്രസ്സുകാരെയൊക്കെ കോൺഗ്രസ്സുകാർ സംരക്ഷിക്കുന്നു. അടിയും പിടിയും ഇടിയും ഒക്കെ കഴിഞ്ഞാൽ സംരക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നും ഇല്ലാതായി. അങ്ങനെ ഇല്ലാതായപ്പോഴേക്കും കലാശാലകളിൽ കേസ് ഇല്ലാതായി. അത് കഴിഞ്ഞ് അത് വളർന്ന് യൂത്ത് കോൺഗ്രസ് ഇല്ലാതായി. അത് കഴിഞ്ഞപ്പോഴേ കോൺഗ്രസിന് വളരെ ക്ഷീണം സംഭവിച്ചു. ഇപ്പോഴും ബൂത്തെല്ലായിടത്തുമൊക്കെ പഴയ തൈക്കളവന്മാരാണ് വോട്ട് ലിസ്റ്റും കൊണ്ട് നടക്കുന്നത്. നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T സൈലാബ്ദീൻ അധ്യക്ഷനായി. ആസന്നമായിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ചടുലമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കഴിവും കാര്യശേഷിയുമുള്ള ഒരു നേതൃത്വത്തെയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിയോഗിച്ചിരിക്കുന്നത്. ആ നിയോഗം സാധ്യതപ്രായമാക്കുന്നതിന് വേണ്ടി ആ ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുവാൻ പോകുന്നത്. സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ് മുന്നിലുള്ളത്. അതിനെയൊക്കെ സധൈര്യം നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു നേതൃനിരയ്ക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മണ്ഡലം തലത്തിൽ പ്രവർത്തന പരിചയവും അനുഭവ സമ്പത്തും കൊണ്ട് അനുഗ്രഹീതരായ ആളുകളെയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായി നിയോഗിച്ചിരിക്കുന്നത്. എല്ലാ കാലത്തും സംഘടനയിൽ കൂട്ടായ അഭിപ്രായവും ഐക്യവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ മുതൽക്കൂട്ടായിട്ടുണ്ട്. നിരവധിയായ സമര പോരാട്ടങ്ങൾക്ക് ഇന്ന് കേരളത്തിലും ദേശീയ തലത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേരിടുകയാണ്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. KPCC സെക്രട്ടറി ത്രിവിക്രമൻ തമ്പി, DCC വൈസ് പ്രസിഡന്റുമാരായ U മുഹമ്മദ്, PS ബാബുരാജ്, DCC ജനറൽ സെക്രട്ടറിമാരായ AJ ഷാജഹാൻ, K പുഷ്പദാസ്, ചെറുപ്പുറത്ത് മുരളി, ശ്രീജിത്ത് പത്തിയൂർ, S രാജേന്ദ്രൻ, രാജൻ ചെങ്കളിൽ, അലക്സ് മാത്യു, CA സാദിഖ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു, സംസ്ഥാന സെക്രട്ടറിമാരായ നൌഫൽ ചെമ്പകപ്പള്ളി, അജ്മോൻ കണ്ടല്ലൂർ, UDF ചെയർമാൻ ഇർഷാദ് പനക്കൽ, ദേവരാജൻ, ഷൈജു മുക്കിൽ, രാജീവ് വല്യത്ത്, PK മസൂദ്, അസിൻ നാസർ, ഹബീബ് ചമ്പൂട്ടിമുട്ടിൽ, റസാഖ് വള്ളിയിൽ, ഹാഷിം പുത്തൻകണ്ടം, രാജൻ പനക്കൽ, NK മുജീബ്, ബാബു ചെമ്പിലത്ത് എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.